അന്നത്തെ മുസ്ലിം ഇന്നത്തെ മുസ്ലിം എന്ത് സംഭവിച്ചത് അല്ലാഹു തആല നമുക്ക് ഖുർആനിലൂടെ പരിചയപ്പെടുത്തി തരുന്നുണ്ട്. ഇന്ന് നമ്മൾ ഓതിയ സൂറത്ത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ അലം യജ്അൽ കൈദഹും ഫീ തദ്ലീൽ വഅർസല അലൈഹിം തൈറൻ അബാബീൽ തർമീഹിം ബിഹിജാറത്തിൻ മിൻ സിജ്ജീൽ ഫജഅലഹും കഅസ്ഫിൻ മഅകൂൽ. ആന എന്ന് പറഞ്ഞിട്ട് ഒരു അധ്യായം തന്നെ സൂറത്തുൻ നംല എന്ന് പറഞ്ഞിട്ട് ഉറുമ്പിനെ പറ്റിയൊരു അധ്യായമുണ്ട്. പക്ഷെ അതിനകത്ത് ഉറുമ്പിനെ മാത്രമല്ല പറയുന്നത്. ബക്കറ എന്ന് പറഞ്ഞിട്ടൊരു അധ്യായമുണ്ട്. പക്ഷെ അതിനകത്ത് പശുവിനെ മാത്രമല്ല പറയുന്നത്. യൂസുഫ് എന്ന് പറഞ്ഞിട്ട് അധ്യായമുണ്ട്. അതിന് യൂസുഫിനെ മാത്രമല്ല പറയുന്നത്. ഇത് ഫീൽ എന്ന് പറയുന്നിട്ടൊരു അധ്യായം, അതിനകത്ത് ആന മാത്രമേ ഉള്ളൂ. അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ. അല്ലാഹു തആല ആനപ്പട്ടാളത്തിനെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത് തങ്ങൾ കണ്ടില്ലേ? അലം യജ്അൽ കൈദഹും ഫീ തദ്ലീൽ. അവരുടെ കുതന്ത്രത്തെ അല്ലാഹു തആല പിഴപ്പിച്ചത് തങ്ങൾ മനസ്സിലാക്കിയില്ലേ? അർസല അലൈഹിം തൈറൻ അബാബീൽ. ആനപ്പട്ടാളത്തിന്റെ മുകളിലേക്ക് അല്ലാഹു തആല കാടപ്പക്ഷികളെ പറഞ്ഞയച്ചില്ലേ? തർമീഹിം ബിഹിജാറത്തിൻ മിൻ സിജ്ജീൽ. ആ പക്ഷികളുടെ ചുണ്ടിലെല്ലാം ഓരോ കല്ലുകളുണ്ട്. ആ ചുണ്ടങ്ങകത്തുമ്പോൾ ആ കല്ലുകൾ താഴേക്ക് വീണത് കത്തിക്കാളുന്ന തീജ്വാലയായിട്ടാണ്. അങ്ങനെ ആ തീജ്വാല ആനപ്പട്ടാളത്തിന്റെ പുറത്തേക്ക് വീണപ്പോൾ ഫജഅലഹും കഅസ്ഫിൻ മഅകൂൽ. അപ്പൊ ഇവിടെ ശ്രദ്ധിച്ച ഞാൻ എന്താ പറഞ്ഞു വന്നത്? ഒട്ടകം കടിച്ച് ചവച്ചരച്ച വൈക്കോല് പോലെ ഗജവീരന്മാരും പട്ടാളക്കാരുമായി പോയി. കഅബാലയത്തിന്റെ ഒരു കല്ലളക്കാൻ അതിന്റെ പരിസരത്തേക്ക് വരെയും അല്ലാഹു തആല അവരെ എത്തിച്ചില്ല. അന്നത്തെ മുസ്ലിമിന്റെ ദുആ, ഇന്നത്തെ മുസ്ലിമിന്റെ ദുആ ചിന്തിച്ചു നോക്കി. കോടിക്കണക്കിന് മുസ്ലിങ്ങൾ ദുആ ചെയ്തിട്ടാ ബാബരി മസ്ജിദ് പൊളിഞ്ഞു പോയത്. ഒരു മനുഷ്യൻ ദുആ ചെയ്തപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിപാവനമായ മസ്ജിദുൽ ഹറാമിനെയും കഅബാലയത്തിനെയും സംരക്ഷിച്ചു. ഉണ്ടായതല്ലേ ഇത്? എന്തിയ ബഹുമാനികളെ, ഇന്നെന്താ അല്ലാഹു തആല ചിലപ്പോൾ നിങ്ങൾക്ക് ആർക്കും തോന്നുന്നുണ്ടാവില്ലേ ബാസിലരെ, ഓ അന്നെന്ന് പറഞ്ഞാൽ വർഷങ്ങൾ മുമ്പല്ലേ, അന്ന് അള്ള ചെറുപ്പക്കാരനാണ്, എന്നപ്പോൾ പൈസ ചെവി ചിലപ്പോൾ കേൾവി കുറവായിരിക്കും നമ്മൾ ചോദിച്ചിട്ട് കേൾക്കാത്തത്. ഇതിന് പുറത്തു പോകും. ഞാൻ പറഞ്ഞേക്കാം, ഈ ഇസ്ലാമിന് മെമ്പർഷിപ്പ് പോയി പുറത്തുപോയി മുർത്തദ്ദാവാന്ന അതിന്റെ വാക്ക്. അല്ലാതെ അങ്ങനെ വയസ്സാവനും ചെറുപ്പക്കാരനും അങ്ങനെയൊന്നും ഇല്ല കേട്ടാ. അല്ലെങ്കിൽ വാമശിലേരെ ചിലപ്പോൾ ഈ പക്ഷികളെയൊക്കെ ഇങ്ങനെയൊക്കെ ഇത്രയും കാലമൊക്കെ സംരക്ഷിക്കാന്നൊക്കെ പറഞ്ഞാൽ നടക്കണ കാര്യമാണ്. അന്ന് പക്ഷികളുണ്ടായി, അല്ലാഹു തആല നിങ്ങളെ പറഞ്ഞയച്ചു. ഇപ്പൊ ഇതില്ലാത്തപ്പോ പിന്നെ പറഞ്ഞയച്ചേക്കണേ. അങ്ങനെ ചിന്തിക്കണ്ട. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് നിങ്ങളെ കൈകാര്യം ചെയ്യണമെങ്കിലേ ആ വർഷങ്ങളോളം പരിശീലനം സിദ്ധിച്ച പട്ടാളത്തിനെ ഒന്നും ഇറക്കണ്ടാന്ന്. റഹ്മാനായ തമ്പുരാൻ എല്ലാറ്റിനും കഴിവുള്ളവനാണ്. കോട്ടവുമാനികളെ ഞാൻ ചോദിക്കട്ടെ, ഇതുപോലെ മുൻഗാമികളുടെ വിജയവും പിൻഗാമികളുടെ പരാജയവും എടുത്ത് പരിശോധിക്കുമ്പോൾ എവിടെയാ ബഹുമാനികളെ പിൻഗാമികൾക്ക് വിജയം കിട്ടിയിരിക്കുന്നത്? എന്തുകൊണ്ടിട്ടാണോ ഈ കാലഘട്ടത്തിൽ ഈ പരാജയത്തിന്റെ ഒക്കെ കാരണമാ നമ്മൾ കണ്ടെത്തേണ്ടത്. എന്താണ് ഇതിന്റെ കാരണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ചതിന്റെ മുന്നോടിയായി കൊണ്ട് നാം ഒരുമിച്ചുകൂടിയിരിക്കുന്ന ഒരു പരിപാടിയായത്. വമാ കാനല്ലാഹു ലിയുഅദ്ദിബഹും വഅന്ത ഫീഹിം. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ ശിക്ഷിക്കുകയില്ല കേട്ടോ, നിങ്ങളിൽ പ്രവാചകനുണ്ടെങ്കിൽ. വമാ കാനല്ലാഹു ലിയുഅദ്ദിബഹും വഹും യസ്തഗ്ഫിറൂൻ. നിങ്ങളിൽ പശ്ചാത്താപമുള്ളവരെ ഇസ്തിഗ്ഫാറുള്ളവരുണ്ടെങ്കിൽ പടച്ചതമ്പുരാൻ നിങ്ങളെ ശിക്ഷിക്കുകയില്ല കേട്ടോ. റസൂലുള്ളാഹ് നമ്മളിലുണ്ടെങ്കിൽ അല്ലാഹു തആല നമ്മളെ കൈകാര്യം ചെയ്യൂല. ഒന്നാം നമ്പർ മരുന്നാണ് പരിശുദ്ധ ഖുർആൻ നമുക്ക് നിർദ്ദേശിച്ചത്. നിങ്ങളിൽ നബിയുണ്ടോ, എന്നാൽ അള്ളാന്റെ ശിക്ഷയ്ക്ക് നിങ്ങൾ വിധേയരാകേണ്ട കാര്യമില്ല. നിങ്ങൾ അള്ളാഹ് ശിക്ഷിക്കൂല. അള്ളാന്റെ അദാബ് നിങ്ങളിലേക്ക് ഇറങ്ങൂല. നിങ്ങളിൽ ഇസ്തിഗ്ഫാർ ചെയ്യുന്ന തൗബ ചെയ്യുന്ന മനുഷ്യരുണ്ടെങ്കിൽ പടച്ചതമ്പുരാൻ നിങ്ങളെ ശിക്ഷിക്കൂല. ഈ രണ്ട് സ്വഭാവം നമുക്കുണ്ടെങ്കിൽ ബഹുമാനികളെ ഒന്നിനെയും നമുക്ക് പേടിക്കേണ്ട കാര്യമില്ല. ഒന്ന്, നമ്മളിൽ റസൂലുള്ളാഹി ഉണ്ടാകണം. റസൂലുള്ളാഹി നിങ്ങളിൽ ഉണ്ടെങ്കിൽ അല്ലാഹു തആല നിങ്ങളെ ശിക്ഷിക്കൂല. റസൂലുള്ളാഹി നമ്മളിൽ ഉണ്ടാകണം. എങ്ങനെയാണ് റസൂലുള്ളാഹി ഉണ്ടാകുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിത വൃത്തി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അതാണ് എന്ന് പറഞ്ഞാൽ സുന്നത്ത് ഉണ്ടാകണോന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്ത് നമ്മളിൽ ഉണ്ടെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ശിക്ഷിക്കൂല. അതാ നബി നിങ്ങളിൽ ഉണ്ടെങ്കിൽ അല്ലാഹു തആല നിങ്ങളെ ശിക്ഷിക്കൂല. അതിൽ പെട്ടതാ സലാത്തും ഒക്കെ.
അതൊന്നുമില്ല. മുമ്പൊക്കെ ഉണ്ടായിരുന്നു ഇതൊക്കെ. മുമ്പൊക്കെ എന്തെങ്കിലും വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ വന്നു കഴിഞ്ഞാൽ അപ്പോൾ അപ്പായും ഉമ്മായൊക്കെ നെയ്യത്താക്കും, ഇൻഷാ അല്ലാഹ് ഞാനൊരു മൗലൂദ് കഴിച്ചേക്കാം, പഠിച്ചവന് എൻ്റെ കൊച്ചിൻ്റെ അസുഖം മാറ്റി തരണം. അന്നൊക്കെ അങ്ങനെയാ. എന്ത് വിഷമങ്ങളൊക്കെ വന്നാലും റസൂലുള്ളാഹിനെ വീട്ടിൽ കൊണ്ടുവരാനുള്ള പരിശ്രമമാണ്. സലാത്ത് എല്ലാം നെയ്യത്താക്കും. മൗലൂദ് എന്ന് പറഞ്ഞാൽ എന്താ? ആകെ സലാത്തിൻ്റെ അർത്ഥം അറിയാൻ പാടില്ലാത്തതുകൊണ്ട് അഭിമാനികളെ വിമർശനം കുഴപ്പങ്ങളൊക്കെ ഇപ്പൊ കുറെയൊക്കെ അടങ്ങിയിട്ടുണ്ട് കേട്ടോ, വളരെ ശാന്തമായിട്ടുണ്ട്. നല്ലതാ അത്. അടിയും ഇടിയൊക്കെ ഒഴിവാക്കല ബഹുമാനികളെ നല്ലത്. മൗലൂദ് എന്ന് പറയുമ്പോൾ ആൾക്കാർക്ക് അലർജിയാണ്. ഈ അതിനകത്ത് ചെല്ലണത് ആകെ സലാത്താണെന്ന് പാവത്തിന് അറിയൂല. യാ റബ്ബി സ്വല്ലി അലൻ നബിയ്യി മുഹമ്മദി മുൻജിൽ ഖലായിഖി മിൻ ജഹന്നമ ഫീ ഗദീ. എന്തുട്ടാ പറഞ്ഞേ? നാളെ ഞങ്ങൾക്ക് നരകാഗ്നിയിൽ നിന്ന് മോചനം കിട്ടാൻ കാരണക്കാരനാണല്ലോ റസൂല്. നാളെ ഞങ്ങൾക്ക് മഹ്ശറയിൽ ശഫാഅത്ത് ചെയ്യുന്ന വ്യക്തിയാണല്ലോ റസൂല്. ആ റസൂലുള്ളാഹി തങ്ങളുടെ മേൽ അല്ലാഹുവേ നീ ഗുണം ചെയ്യണേ. സലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ് സലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ്. അല്ലാഹുവേ നിന്റെ ഹബീബാകുന്ന നബി സല്ലല്ലാഹു അലൈഹി സലാത്തുല്ലാഹ് ത്വാഹയാകുന്ന റസൂലുള്ളാഹിക്ക് കുറേ പേരുകൾ ഖുർആൻ പരിചയപ്പെടുത്തിരുന്നുണ്ട്. ത്വാഹ റസൂൽ, ത്വാഹയാകുന്ന റസൂലുള്ളാഹിന്റെ പേരിൽ അല്ലാഹുവേ നീ ഗുണം ചെയ്യ, രക്ഷ ചെയ്യ. യാസീനാകുന്ന റസൂലുള്ളാഹിന്റെ പേരിൽ നീ ഗുണം ചെയ്യ, രക്ഷ ചെയ്യ. ഇതൊക്കെ ചെല്ലുമ്പോ അങ്ങനെ ഒരു സലാത്തുണ്ടോ? ഇങ്ങനെ ഒരു സലാത്തുണ്ടോ? ഇത് റസൂൽ ചെയ്തിട്ടുണ്ടോ? അത് സഹാബാക്കൾ ചെയ്തിട്ടുണ്ടോ എന്ന് പറഞ്ഞാൽ ജൂതനല്ലേ ആസൂത്രിതമായി നിങ്ങളെ കെണിയിൽ വീഴ്ചിരിക്കുക. ഞാനീൻ്റെ തൊട്ടപ്പുറത്ത് സംസാരിച്ചത് ഈ അബ്ദുൽഖാരി പിടിച്ചിട്ടുണ്ട്. ഈജിപ്തിൽ പോയി പിന്നെ അൽ അസ്ഹർ യൂണിവേഴ്സിറ്റി ഒക്കെ കണ്ടത് മൂപ്പര് പിടിച്ചിട്ടുണ്ട്. അതിനകത്ത് ഞാൻ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ധാരാളം യഹൂദ കുട്ടികൾ ഖുർആനും ഹദീസും പഠിക്കുക. എന്തിനാണോ പഠിക്കണേ പറ, എന്തിനാ പഠിക്കണേ? എന്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ചെയ്താൽ ഗുണമുണ്ടെന്ന് പറയുന്നുണ്ടോ അത് നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കാതിരിക്കണം. അത് പഠിച്ചാലല്ലേ ഇത് ചെയ്യിപ്പിക്കാണ്ടിരിക്കാൻ പറ്റുള്ളൂ. എന്ത് ചെയ്യണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അത് നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കണം. അതിനാണ് ഈ യഹൂദൻ ഖുർആൻ പഠിക്കണേ, അതിനാ യഹൂദൻ ഹദീസ് പഠിക്കുന്നത്. എന്തെല്ലാം ഫിത്തനകളാ ബഹുമാനികളെ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഗുണം ചെയ്യ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് രക്ഷ ചെയ്യ് എന്ന് ഒരാൾ പ്രാർത്ഥിക്കുന്നതിന്റെ പേരാണ് സലാത്ത്. നിങ്ങൾ മനസ്സിലാക്കിയത് ശ്രദ്ധിച്ചേ. എന്താ പറഞ്ഞു വന്നത്? അല്ലാഹുവേ നീ റസൂലുള്ളാഹിക്ക് ഗുണം ചെയ്യ്, അല്ലാഹുവേ നീ റസൂലുള്ളാഹിക്ക് രക്ഷ ചെയ്യ്, ഇങ്ങനെ ഒരാൾ പ്രാർത്ഥിക്കുന്നതിന്റെ പേരാണ് സലാത്ത്. നിങ്ങൾ ഈ മൗലൂദ് എടുത്തു നോക്കുക, അതിനകത്ത് ഏതാ റസൂലുള്ളാഹിക്ക് ഗുണം ചെയ്യണമെന്ന് അർത്ഥം വരാത്ത ഒരു ബെയ്ത്തുള്ളത് ഒന്ന് പറ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് പറയാത്തത് ഏതാ? ഖുർആൻ എടുത്തു നോക്കിയേ. ഇന്നക ലഅലാ ഖുലുഖിൻ അദീം. ഖുർആൻ നബി തങ്ങളുടെ മൗലൂദ് ഓതുകയാണ്. ഇന്നക ലഅലാ ഖുലുഖിൻ അദീം. തങ്ങൾ ഉത്തമമായ സ്വഭാവക്കാരനാണ്. ലഖദ് ഖാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. നബി തങ്ങളുടെ മദ്ഹുകളെ പറയുന്നത്. അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പഠിപ്പിച്ചിരുന്നതായിട്ട് ഹദീസിൽ കാണാം. തുർമുദിയാണ് റിപ്പോർട്ട് ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു, ശരിക്കും ഓർമ്മ കിട്ടുന്നില്ല. എന്തായാലും സഹീഹായ ഹദീസാണ്. സഹാബാക്കൾ ഇങ്ങനെ ഇരുന്നിട്ട് മുമ്പുള്ള പ്രവാചകന്മാരുടെ എല്ലാ മഹത്വങ്ങളും ഇങ്ങനെ പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പള്ളിയിലേക്ക് കയറി വരുവാൻ കേട്ടോണ്ട് വന്ന നബി അവിടെ ഇരുന്നു. ഇത് അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പഠിപ്പിച്ചിരുന്നതാണ്. ഖുർആനിന്റെ ഏറ്റവും നന്നായിട്ട് നമുക്ക് വിശദീകരണം പഠിപ്പിച്ചെന്ന മഹാന അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു. അദ്ദേഹമാ പറയുന്നത്. നബി തങ്ങൾ അടുത്തേക്ക് വന്നിട്ട് ചോദിച്ചു, നിങ്ങൾ മൂസാ നബിയെ പറ്റി എന്താ പറഞ്ഞത്? കലാമുല്ലാഹി എന്നൊക്കെ അല്ലേ നിങ്ങൾ പറഞ്ഞ, ഖലീലുല്ലാഹ് എന്നൊക്കെ അല്ലേ പറഞ്ഞത്, ഹബീബുൽ പിന്നെ റൂഹുല്ലാഹ് എന്നൊക്കെ അല്ലേ പറഞ്ഞ. ഓരോ നബിമാരെ പറ്റി ഇങ്ങനെ പറഞ്ഞു ചോദിച്ചു. മൂസാ നബിയെ പറ്റി എന്താ പറഞ്ഞത്? ഈസാ നബിയെ പറ്റി എന്താ പറഞ്ഞത്? ഇബ്രാഹിം നബിയെ പറ്റി എന്താ പറഞ്ഞത്? നൂഹ് നബിയെ പറ്റി എന്താ പറഞ്ഞത്? ഇങ്ങനെ സഹാബാക്കൾ പറഞ്ഞത് മടക്കി 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 ചോദിച്ചിട്ട് ഞാൻ ആരാണെന്നാ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നത് എന്ന് ചോദിച്ചു. എന്നിട്ട് പറഞ്ഞു അന ഹബീബുല്ലാഹ്. ഓരോന്നും പറയാൻ തുടങ്ങി. അന അവ്വലു ഖൽഖിൽ ജന്ന, അന ഹാമിലു ലിവാഉൽ ഹംദ്. ഓരോന്നിങ്ങനെ പറയാൻ തുടങ്ങി. അന അക്രമുൽ അവ്വലീന വൽ ആഖിരീൻ. ഇങ്ങനെ കുറേ നബി അങ്ങ് പറഞ്ഞു. ഞാൻ അല്ലാഹുവിന്റെ ഹബീബാൻ, ഞാൻ ആദ്യം മുതൽ അവസാനം വരെ വന്ന മനുഷ്യരിൽ ഏറ്റവും ശ്രേഷ്ഠനാണ്, ഞാനാണ് ലിവാഉൽ ഹംദ് എന്ന് പറയുന്ന കൊടി മഹ്ശറയിൽ പിടിക്കുന്ന വ്യക്തി, ഞാനാണ് സ്വർഗത്തിന്റെ വട്ടക്കണ്ണി പിടിച്ചനക്കുന്നതും അങ്ങനെ സ്വർഗത്തിന്റെ കവാടം തുറപ്പിക്കുന്നതും ഞാനാണ്. ഇതെല്ലാം പറഞ്ഞിട്ട് നബി തങ്ങൾ പറഞ്ഞു വലാ ഫഖറ. ഞാനിത് കിബിർ പറയണല്ല. നബി തങ്ങൾ സഹാബാക്കൾക്ക് മദ്ഹ് പറയാൻ പറഞ്ഞു കൊടുത്തു.
ഇത് എന്നെ ഈ വട്ടം കൊടുത്തിട്ട് പറയുന്നത് സുബ്ഹാനല്ലദീ അത്ലഅ ഫീ ശഹ്രി റബീഉൽ അവ്വൽ ഖമറ നബിയിൽ ഹുദാ വഔജദ നൂറഹു ഖബല ഖൽഖിൽ ആലമീൻ വസമ്മാഹു മുഹമ്മദ. നേർക്കേറെ ഖുർആൻ ഹദീസിൽ പറഞ്ഞേ മൊത്തം അങ്ങനെയുള്ള ബഹുമാനികളെ നബി തങ്ങളുടെ മധുകൾ പറയുന്നു, എന്നിട്ട് അത് കുറെ പദ്യമായിട്ടും കുറെ ഗദ്യമായിട്ടും പറയുന്നു, എന്നിട്ട് ഇങ്ങനെ സലാത്തുകൾ പെരുപ്പിക്കുന്നു. സുബ്ഹാനല്ലദീ അത്ലഅ ഫീ ശഹ്രി റബീഉൽ അവ്വൽ ഖമറ നബിയിൽ ഹുദാ, ഹിദായത്തിന്റെ ചന്ദ്രനെ ഞങ്ങളിലേക്ക് റബീഉൽ അവ്വൽ ഉദിപ്പിച്ച തമ്പുരാനെ നീ പരിശുദ്ധനാണ്. وأوجد نوره قبل خلق العالمين فسماه محمدا أول ما خلق الله نوري نبينا رسول الله. അത് എന്നെ പേ പറഞ്ഞത് ആദ്യമായിട്ട് അല്ലാഹു തആല സൃഷ്ടിച്ചത് എന്റെ പ്രകാശമാണ്. ലഖദ് ജാഅക്കും അലൈക്കും മിനല്ലാഹി നൂറും വകിതാബും മുബീൻ. ഖുർആനിൽ കാണാം നിങ്ങൾക്ക് അല്ലാഹു തആല നൂറിനെയും കിതാബിനെയും ഇറക്കി തന്നു. നൂർ എന്ന് പറഞ്ഞാൽ എല്ലാ മുഫസ്സിരീങ്ങളും എഴുതി വെച്ചിരിക്കുന്നത് ഐ മുഹമ്മദുർ റസൂലുള്ളാഹി, അതാണ് നൂർ. കിതാബ് എന്ന് പറഞ്ഞാൽ പരിശുദ്ധ ഖുർആൻ. എല്ലാ ഇത് തന്നെ ഇതിനകത്ത് പറയുന്നത്. ബഹുമാനികളെ ഇങ്ങനെയൊക്കെ നമ്മുടെ മുമ്പ് ഉണ്ടായിരുന്നു ഇല്ല. അപ്പൊ നബി പോണ ശൈലിയൊക്കെ പറഞ്ഞ ഇല്ല. മുമ്പൊക്കെ വൈകുന്നേരം ആകുമ്പോൾ മക്കളെയൊക്കെ നിസ്കരിക്കാൻ പോണേനൊക്കെ നിസ്കരിക്കാൻ വിടും, അല്ലാത്തതിനൊക്കെ കയ്യും കാലമൊക്കെ കഴിയും വീട്ടിൽ കയറ്റി കട്ടിലൊക്കെ കയറ്റി ഇരുത്തിയിട്ട് ഉമ്മമാർ പറയും മക്കളെ ഹസ്ബി റബ്ബി ചെല്ലുന്നൊക്കെ പറഞ്ഞ് ചെല്ലിപ്പിക്കും. മുമ്പ് അങ്ങനെയാ. ഇന്നെവിടെ ഹസ്ബി റബ്ബി പിള്ളേരെ കിട്ടിയിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ നിന്ന്. അനുഭവിക്കും കേട്ടോ. മുമ്പൊക്കെ ഹസ്ബി റബ്ബി ചൊല്ലി പഠിപ്പിക്കും. ഞാൻ പറയാം ഇതൊക്കെ ചെല്ലിക്കുന്നേ, ഇതൊക്കെ ചൊല്ലി പാട്ടൊക്കെ പാടി പിള്ളേനൊക്കെ ഉറക്കെ ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് നൂറു മുഹമ്മദ് സല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. എന്തോല്ല പേനത്ത് വന്നത്. ഒന്നാം നമ്പർ ദിക്ർ വന്നു, നമ്പർ 1 സലാത്ത് വന്നു, അള്ളാഹുവിലേക്ക് തവക്കലാക്കുന്ന 1-ാം നമ്പർ തവക്കലിന്റെ ദിക്ർ വന്നു. കേൾക്കുമ്പോൾ സാരാ ഞാൻ ചോദിക്കട്ടെ ഇപ്പൊ ഏത് ഏത് ആൾക്കറിയാം ഒക്കെ ഈ അതും ഇതും പറഞ്ഞിങ്ങനെ മക്കളെ വഴിതെറ്റിക്കലല്ലാതെ കുഞ്ഞുങ്ങൾ എന്താണോ കേൾക്കണത് അതാ അതുങ്ങളുടെ ഇതിലേക്ക് കയറുക, മനസ്സിലേക്ക് കയറുക. കുഞ്ഞുങ്ങൾ എന്താ കേൾക്കണത് അതാ മക്കൾ പഠിക്കുക. കാലിയായ പാത്ര പെങ്ങന്മാരെ നിങ്ങളുടെ മക്കള് അതുങ്ങളെ കൊണ്ടൊക്കെ നല്ലത് മാത്രം പറയിപ്പിക്കുക, മക്കളെയൊക്കെ സൂക്ഷിക്കുകയും ചെയ്യുക. കാലം വളരെ മോശമാണ്. കൊച്ചു മുമ്പസ്തിരിക്കും അവിടെ ഇരിക്കട്ടെ, ഞാൻ പുറവസ്തു പോയി പാത്രം കഴുകാന്നും പറഞ്ഞ് ഇനി പോകരുത്. കുഞ്ഞിനെ എടുത്ത് പുറവസ്തു കൊണ്ടുവന്നിരുത്തിയിട്ട് പാത്രം കഴുകുക. വളരെ അപകടമാണ്, വളരെ അപകടമാണ്. പെൺകുഞ്ഞുങ്ങളെ ധാരാളം ഇന്ന് അപഹരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ശത്രു വേണ്ടതുപോലെ വല ആസൂത്രണം ചെയ്ത് വിരിച്ചിരിക്കുകയാണ്. പെൺകുട്ടികൾ അതിലേക്ക് പോയി വീഴുകയാണ്, ധാരാളം പെൺകുട്ടികൾ. എന്നിട്ട് അവൾ ചിന്തിക്കേണ്ടെന്നറിഞ്ഞോ, എന്റെ സൗന്ദര്യത്തിലും എന്റെ സ്വഭാവത്തിലും എന്റെ ഈ പേരിലും എല്ലാം എന്നെ ഇഷ്ടപ്പെട്ട ഒരു ചെറുപ്പക്കാരനല്ലേ അയാൾ. അദ്ദേഹം എന്തെങ്കിലും ഷിർക്കിന്റെ ചിഹ്നങ്ങൾ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അത് ഞാൻ എന്തിനതിന് ഉത്തരവാദിയാകണം? എന്നെ ഇഷ്ടപ്പെട്ടില്ല മനുഷ്യൻ, എനിക്ക് ആ മനുഷ്യനെ മതി. ഈ നിലയ്ക്ക് അപകടപ്പെടുകയാണ് ധാരാളം. ഇതെല്ലാം പൊട്ടെ ഇതെല്ലാം നബിത്തങ്ങൾ നിങ്ങളിൽ നിന്ന് പോയത് കൊണ്ടിട്ടാണ്. ഇതൊക്കെ വരുത്തൂ പെങ്ങന്മാരെ. ഹസ്ബി റബ്ബി ചുമ്മാ പാടിപ്പെന്ന് പറഞ്ഞേക്കാം. ഹസ്ബി റബ്ബി ജല്ലല്ലാഹ്, ജല്ല ജലാലായ അല്ലാഹു തആല എനിക്ക് മതി. അത് മുൻഗാമികളുടെ സ്വഭാവത്തിൽപ്പെട്ടതാ. അല്ലാഹു സുബ്ഹാനഹു വ തആലാനെ തവക്കലാക്കുക. ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീഹി ഖൽബി ഗൈറുല്ലാഹ്. എന്റെ ഹൃദയത്തിൽ അല്ലാഹുവേ നീയല്ലാതെ മറ്റൊന്നുമില്ല. ഇവിടെ ഭർത്താവുണ്ട്, മക്കളുണ്ട്, കച്ചവടമുണ്ട്, കൃഷിയുണ്ട്, തൊഴിലുണ്ട്. ഇതൊന്നും എന്റെ ഹൃദയത്തിൽ തടഞ്ഞിട്ടില്ല. എന്റെ ഹൃദയത്തിൽ അല്ലാഹുവേ നീ മാത്രമാണ്. എന്ന് ഞാൻ കച്ചവടം ചെയ്യുമ്പോൾ ആ നിലയ്ക്ക് കച്ചവടം ചെയ്താൽ ലാഭം കൂടുതൽ കിട്ടും. പക്ഷേ അത് അല്ലാഹുവിന് വിരുദ്ധമായതാ, റസൂലുള്ളാഹിക്ക് വെറുപ്പുള്ളതാ, ആ കച്ചവടം വേണ്ട. ഹൃദയത്തിൽ അല്ലാഹു തആല മാത്രം. മാഫീ ഖൽബി ഗൈറുല്ലാഹ് നൂറു മുഹമ്മദ് സല്ലല്ലാഹ്. നൂറ് അല്ല, നേരെ ഖുർആൻ ഹദീസ് എടുത്ത് പറഞ്ഞേ. അല്ലാഹുവേ നൂറാകുന്ന മുഹമ്മദ് റസൂലുള്ളാഹിക്ക് നീ ഗുണം ചെയ്യ്. സലാത്ത് വന്നു. അപ്പൊ അല്ലാഹുവിനെ തവക്കലാക്കൽ വന്നു, ഈമാൻ വന്നു, സലാത്ത് വന്നു. എന്നിട്ടോ നൂറു മുഹമ്മദ് സല്ലല്ലാഹ്. ലാസ്റ്റ് ഒരു സീല് ലാ ഇലാഹ ഇല്ലല്ലാഹ്. അഫ്ളൽ ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹ്. കേൾക്കുമ്പോൾ ചുമ്മാ പാട്ടാന്ന് തോന്നുന്നു. ഇതൊക്കെ പാടി പിള്ളേരോർക്ക്, ഇതൊക്കെ മക്കളോടൊക്കെ ചെല്ലാൻ പറ വൈകുന്നേരമാകും. എന്താ ഞാനിത് പറഞ്ഞു വരാൻ കാരണം,
അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ ശിക്ഷിക്കാതിരിക്കാൻ, മുൻഗാമികളെ പോലെ നിങ്ങൾക്ക് വിജയം കിട്ടാൻ നിങ്ങളിൽ അല്ലാഹുവിന്റെ റസൂൽ ഉണ്ടാകണം. ഒന്നാമത്തേതാണ്. എന്താണ് റസൂലുള്ള ഉണ്ടാവുക? അതിൽപ്പെട്ട ഒരു സൂചന ഞാൻ തന്നത്, സലാത്ത് നമ്മുടെ കുടുംബങ്ങളിൽ ഉണ്ടാകണം, നമ്മുടെ വ്യക്തി ജീവിതത്തിൽ ഉണ്ടാകണം. ഇതൊന്നും ആർക്കും എതിർപ്പുള്ളതല്ല ബഹുമാനികളെ. കൈ ഇങ്ങനെ ആട്ടണമെന്നും ഇങ്ങനെ ആട്ടണമെന്നും ഇങ്ങനെ ആട്ടണമെന്നും ഒക്കെ പറയണമെന്നൊക്കെ സലാത്തിലാണോന്ന് പറയുന്നത്. പെണ്ണുങ്ങളെ പള്ളി കൊണ്ടുപോകണ്ട, മിമ്പറെ കയറി മലയാളം പറയണം, ഇംഗ്ലീഷ് പറയണം, ഹിന്ദി പറയണം, അറബി പറയണം, ഇതൊക്കെ പറയുന്നുണ്ടെങ്കിലും ഈ വിഷയത്തിലൊന്നും അഭിപ്രായ വ്യത്യാസമൊന്നും കാണണമെന്നില്ല. പിന്നെ ഈ ചെല്ലണയിലാണ് അതണ്ട ഇതണ്ട അതണ്ട, അതേ ജൂതന്റെ കെണിപ്പെട്ടിട്ടാണ് ഇവരെല്ലായിട്ടാണ്. ഈ സാധനം യഥാർത്ഥമാണെന്ന് പറയുമ്പോൾ തന്നെ വഴങ്ങി വരും. അങ്ങനെയാണ്. അപ്പൊ ഇത് ആർക്കും അഭിപ്രായ വ്യത്യാസമുള്ളതല്ല ബഹുമാനികളെ. സലാത്തില്ലാതെ വല്ല അമലും ശരിയാവും. അപ്പൊ അത് നമ്മുടെയൊക്കെ കുടുംബത്തിൽ നിന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. നേർക്ക് നേരെ ഹദീസുണ്ട്, യതഖാറബുൽ സമാൻ യൻഖുസുൽ ഇൽമു വയബ്ഖസുഹു വയക്തറുൽ ഹർജ് നബിയുനാ റസൂലുള്ളാഹി. അതിനകത്ത് സലാത്തായി പറഞ്ഞ, സലാത്ത് ഇല്ലാതെയാകുമ്പോൾ കൊലപാതകങ്ങൾ കടന്നു വരുന്നതാണ്. അപ്പൊ നബി ഇല്ലാണ്ടായെന്നുള്ളതാണ്. അപ്പോ ആ നിലക്ക് നബിത്തങ്ങളില്ലാതെയായി. രണ്ടാമത്തേത് റസൂലുള്ളാഹിന്റെ സുന്നത്ത് നമ്മുടെ ജീവിതത്തിൽ ഇല്ലാതെയായി. മൻ അഹബ്ബ സുന്നത്തി ഫഖദ് അഹബ്ബനി. ഇന്നലെ നമ്മുടെ ബഹുമാനപ്പെട്ട ഖത്തീബ് ഖാദി ഉസ്താദ് അവറുകൾ ഇന്നലെ ഈ വിഷയം പറഞ്ഞിട്ടുണ്ടാവും. മഹബത്ത്, നബിത്തങ്ങളോടുള്ള ഹുബ്ബ്, നബിത്തങ്ങളോടുള്ള സ്നേഹം. നബിത്തങ്ങളോടുള്ള സ്നേഹം എങ്ങനെ ബഹുമാനികളെ? നബിത്തങ്ങളുടെ സുന്നത്തിനെ പിൻപറ്റലാണ് സ്നേഹം. മൻ അഹബ്ബ സുന്നത്തി ഫഖദ് അഹബ്ബനി. എന്റെ സുന്നത്തിനെ നിങ്ങൾ ആരെങ്കിലും പിൻപറ്റിയാൽ നിങ്ങൾ എന്നെ ഇഷ്ടപ്പെട്ടവരായി. വമൻ അഹബ്ബനി കാന മഈ ഫിൽ ജന്ന. എന്നെ ആരെങ്കിലും ഇഷ്ടപ്പെട്ടാൽ ആ മനുഷ്യൻ സ്വർഗ്ഗാവകാശിയായി. ഇപ്പൊ റസൂലുള്ളാഹിയുടെ സുന്നത്ത് എടുത്തുകൊണ്ടിട്ടാണ് നമ്മുടെ ജീവിതത്തിൽ റസൂലുള്ളാഹിനെ കൊണ്ടുവരുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഇന്നിതുണ്ടോ? റസൂലുള്ളാഹിയുടെ സുന്നത്ത് എവിടേക്കണോ, നമ്മുടെ ജീവിതം എവിടേക്കണോ? നമ്മളൊക്കെ ഇങ്ങനെ സ്വന്തം സുന്നത്ത് ഉണ്ടാക്കുവാണ്. രക്ഷ കിട്ടൂല. അള്ളാഹുവിന്റെ അദാബ് ഇറങ്ങും എന്നുള്ളതിന് ഒരു സംശയവും വേണ്ട. നിങ്ങളെയും അള്ളാഹുവിന്റെ ശിക്ഷ പിടിപെടും. മ്യാൻമറിന്റെ ഭരണകൂടം കൈകാര്യം ചെയ്തതുപോലെ നിങ്ങളെയും റോഹിംഗ്യ മുസ്ലിങ്ങൾക്ക് സംഭവിച്ചതുപോലെ ദുനിയാവിൽ നിങ്ങൾക്ക് സംഭവിക്കേണ്ടി വരും. അൽ ഖാതിലു വൽ മഖ്തൂൽ. കൊലയാളിയും കൊല്ലപ്പെട്ടവരും നരകത്തിലാവുന്ന അവസ്ഥയിലേക്ക് തരം താഴ്ന്നു പോകും. പോകാതിരിക്കാൻ മരിക്കും, അല്ലെങ്കിൽ കൊല്ലപ്പെടും. അപ്പൊ മുസ്ലിമായിട്ട് മരിക്കണം. അതിനെന്ത് വേണം? റസൂലുള്ള നിങ്ങളിൽ ഉണ്ടാകണം. റസൂലുള്ള ഉണ്ടാകണം എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹിന്റെ സുന്നത്തുണ്ടാകണം. ഇന്ന് സുന്നത്തിനെ വല്ലാതെ വെറുക്കുന്ന കാലഘട്ടമാണ്. നബിത്തങ്ങളുടെ ഹദീസിൽ കാണാം, സുന്നത്തിനെ അപമതിക്കുമ്പോൾ, വെറുക്കുമ്പോൾ, അതിനെ അകറ്റി നിർത്തുമ്പോൾ എന്റെ ഒരു സുന്നത്തിനെ ഒരു മനുഷ്യൻ നിലനിർത്തുന്നത് മസലുൽ ഖബദി അലൽ ജമരി നബിയുനാ റസൂലുള്ളാഹി. ഉള്ളംകൈയിൽ തീക്കനൽ പിടിക്കും പോലെയായിരിക്കും. ഇങ്ങനെ വെക്കലല്ല, ഇങ്ങനെ കൂട്ടിപ്പിടിക്കും പോലെയാണ്. അങ്ങനെയുള്ള കാലഘട്ടത്തിൽ എന്റെ സുന്നത്തെടുക്കുന്ന ആൾക്ക് തങ്ങൾ പറയാണ് അജ്റു 50 റജുലൻ. 50 മനുഷ്യന്മാരുടെ പവറാണ്. സഹാബാക്കൾ ചോദിച്ചു, അക്കാലത്തുള്ള 50 ആണോ അതെയോ ഇക്കാലത്തുള്ള 50 ആണോ? മിസ്ലു അജ്റു 50 റജുലൻ മിൻകും നബിയുനാ റസൂലുള്ളാഹി. എന്നെ കണ്ട്, എന്നെ വിശ്വസിച്ച്, എന്നോടൊപ്പം ജീവിച്ച് മുസ്ലിമായിട്ട് മരിക്കുന്ന നിങ്ങളെ പോലുള്ള 50 ആളുകളുടെ പവറാണ് അക്കാലഘട്ടത്തിൽ ഒരു സുന്നത്തെടുക്കുന്ന വ്യക്തിക്കെന്ന് നബിയുനാ റസൂലുള്ളാഹി. അത്ര വിഷമായിരിക്കും ആ സുന്നത്തെടുക്കാൻ. വേറെ ഹദീസിൽ കാണാം, മിഅത്തു അജ്റു ശൈഖ്, പിന്നെ മൻ അഹബ്ബ സുന്നത്തി ഇൻദ ഫസാദി ഉമ്മത്തി ഫലഹു അജ്റു മിഅത്തി ഷഹീദ്. 100 ഷഹീദിന്റെ കൂലിയാണ് ഒരു സുന്നത്തെടുക്കണ. 100 ഷഹീദിന്റെ കൂലി. ഉറക്കപ്പിച്ചു പറഞ്ഞൊന്നും അല്ലാട്ടത്. ചിലപ്പോൾ ആരെങ്കിലും ഒക്കെ ചിന്തിക്കും, പൗഞ്ചരെ 100 ഷഹീദിന്റെ കൂലി ഒരു സുന്നത്തെടുക്കണ. ഇത് നബി ഉറക്കപ്പിച്ചു പറഞ്ഞാണോ? ഇല്ല, ഉറക്കപ്പിച്ചു എന്ന് പറഞ്ഞാൽ അറിയോ? 18 കൊല്ലം മുമ്പ് ഞാനിവിടെ അത് പറഞ്ഞിട്ടുണ്ട്. ഇവിടുത്തെ കമ്മിറ്റിക്കാരോട്ട് 18 കൊല്ലം മുമ്പ്. അപ്പൊ അന്നൊക്കെ വാഴന്ന് പറയുമ്പോൾ ഒരു സ്വഭാവമുണ്ട്. 1 മണിക്കൂർ പറഞ്ഞു കഴിയുമ്പോൾ കമ്മിറ്റിക്കാരൊരു കത്തുകൊണ്ടു വരും, ഉസ്താദെ ലേലം വിളിക്കാണ്ട്. ഉറക്കപ്പിച്ച് കേട്ടാ, ഉറക്കപ്പിച്ചേ പറഞ്ഞത് ഉസ്താദെ ലേലം വിളിക്കാണ്ട്. ഓ ശരിയെന്ന്. അപ്പൊ നമ്മള് സ്വസ്ഥയായി അവിടെ ഇരിക്കാലോ. അങ്ങനെ കമ്മിറ്റിക്കാരൻ ഒരാൾ കയറിയിട്ട് ഒരു കോഴിയോട്ട 1 രൂപ അങ്ങനെ പറയണേ. അല്ലാണ്ട് 1 രൂപ എന്ന് പറയാനുള്ള ഇതൊന്നും വാക്കുശുദ്ധിയൊന്നും ആവുമ്പോഴേക്കില്ല. 1 രൂപ അങ്ങനെ കുറെ പറയും. ഒരു മനുഷ്യൻ മിണ്ടൂല കേട്ടോ, ഒക്കെ പകുതി ഉറക്കം ഇരിക്കുകയാണ്. അങ്ങനെ അതിന്റെ ഇടയിൽ 1 രൂപ 50 പൈസ. അപ്പൊ 1 രൂപ 50 പൈസ, 1 രൂപ 50 പൈസ കൊറേ പറയൂട്ടോ ഇയാള്. കൊറേ പറഞ്ഞു കഴിയുമ്പോ അതെ ഈ ഇരിക്കണ ഈ കൊച്ചുണ്ടോ, ഈ 1ാമത്തെ കസ ഇരിക്കണേ എന്ന് പറഞ്ഞാൽ മൂട്ടില് മഞ്ഞളിന്റെ കളർ മാത്രം വെച്ച്
ആ കൊച്ച അതിന്റെ ഇടയിൽ നിന്നുണ്ട് 100 രൂപ. ഈ കമ്മിറ്റിക്കാരൻ വിളിക്കുവോ? അയാൾ വിളിക്കൂല. അയാൾ മറ്റേ സംഘാടക ഇതേ അവിടെ നിന്ന് ഒരു കൊച്ചു 100 രൂപ എന്ന് പറഞ്ഞല്ലോ വർക്കിപ്പിച്ചു പറഞ്ഞാണോ ചെന്ന് നോക്കി. കാരണം ഇവിടെ 1 രൂപ 50 പൈസ പറഞ്ഞോണ്ടിരിക്കണേ. ആ ചെറുക്കൻ വിളിക്കണം 100 രൂപ. അങ്ങനെ കമ്മിറ്റിക്കാരൻ ചെന്ന് നോക്കി, എടാ കൊച്ചാ ഈ 100 രൂപ എന്ന് പറഞ്ഞാൽ വല്ല ഉറക്കത്തിൽ നിന്ന് വെച്ചിട്ട് പറഞ്ഞതാണോ? അപ്പൊ അവൻ പറഞ്ഞു, ദേ എന്റെ ബാപ്പായിരിക്കണത്, പാപ്പ എന്നോട് 100 രൂപ എന്ന് പറയാൻ പറഞ്ഞു. അതേടാവേ ഞാൻ പറഞ്ഞിട്ടാ കൊച്ചു. അതെ ഉറക്കപ്പിച്ച് പറഞ്ഞാലാട്ടോ 100 രൂപ. കൊച്ചു പറഞ്ഞു ശരിയാണ്. 100 രൂപ ഒരു കോഴിവട്ട 100 രൂപ. ഇതാണ് ഈ ഉറക്കപ്പിച്ചെന്ന് പറഞ്ഞത്. ഈ നബി ഇങ്ങനെ എന്റെ ഉറക്കത്തിൽ നിന്ന് അടിച്ചിട്ട് പറഞ്ഞാണോടെ അങ്ങനെ. ഒരു സുന്നത്ത് എന്റെ സമുദായത്തിൽപ്പെട്ട ഒരാളെടുക്കുമ്പോ അയാൾക്ക് 100 ഷഹീദിന്റെ കൂലി. ഹംസ റളിയല്ലാഹു അൻഹു ഒരു ഷഹീദിന്റെ കൂലിയുള്ളൂ. ജബൽ റൂമാത്ത് കണ്ട ആൾക്കാർ ഇവിടെ ഇഷ്ടം പോലെ ഉണ്ടല്ലോ. ഉഹുദിലെ കണ്ടില്ലേ? മോളിലിങ്ങനെ ജനക്കൂട്ടമാണ്. സഹാബാക്കളെല്ലാം ചിതറി ഓടിക്കഴിഞ്ഞു. ഉമറുൽ ഫാറൂഖ് തങ്ങൾ വാളും പരിചയം വലിച്ചെറിഞ്ഞു. ബഹുമാനപ്പെട്ട നബി തങ്ങൾ ഷഹീദായി എന്നുള്ള വാർത്ത കിംവദന്തി പരക്കുകയാണ്. എന്നെ ഇനി ആർക്കും കൊല്ലാം, ഈ ഉമറിന് വാളെടുക്കുന്നില്ല. ഉമറിനെ മദീനത്തുള്ള ഏത് കുഞ്ഞിനും കൊല്ലാം. കണ്ണ് ഉമർ നഷ്ടപ്പെടുത്താൻ പോവുകയാണ്. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിട്ട് മണല് വാരാൻ വേണ്ടി കുനിഞ്ഞപ്പോ പുറകിൽ നിന്ന് അബൂബക്കർ സിദ്ദീഖ്, അവിവേകം കാണിക്കല്ലേ, ഉമറെ റസൂലുള്ള കൊല്ലപ്പെട്ടിട്ടൊന്നുമില്ല, ഇത് ശത്രുക്കൾ വിടുന്ന കിംവദന്തികളാണ്, നീ വാളെടുക്ക പരിചയെടുക്കുമറേ. അങ്ങനെ എടുത്തിട്ട് നോക്കുമ്പോൾ അതാ ജമലുർ റൂമാത്ത് എന്ന് പറയുന്ന കൊച്ചു കുന്നിന്റെ മുകളിൽ ഒരു ആൾക്കൂട്ടം കാണാം. അതെന്താണ് അവിടെ ഒരു ആൾക്കൂട്ടം? നമുക്ക് കയറി നോക്കാം. കയറി ചെന്ന് നോക്കുമ്പോൾ ഒരു മനുഷ്യനെ കുറെ ആളുകൾ വട്ടം കൂടിയിട്ട് വെട്ടുകയാണ്. ഈ വെട്ടെല്ലാം 1.5 മുഴം നീളമുള്ള ഒരു വടിക്കമ്പ് കൊണ്ടിട്ടാണ് പ്രതിരോധിക്കുന്നത്. ആരാണ് ഈ പ്രതിരോധിക്കുന്ന വ്യക്തി? അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി. ഇതിന്റെ പേരാ മുഅ്ജിസത്ത്. ഇതിന്റെ പേര് മുഅ്ജിസത്ത് എന്നാ. എല്ലാ വാളുകളെയും ഒരു വടിക്കഷ്ണം കൊണ്ടിട്ട് പ്രതിരോധിക്കുകയാണ്. അല്ലാഹു തആല അതിനുള്ള കഴിവ് കൊടുത്തു. എന്നാലും വാള് തെന്നിയിട്ടുണ്ട്, നെറ്റിക്ക് വെട്ടേറ്റിട്ടുണ്ട്, പല്ല് പോയിട്ടുണ്ട്, വിരലിന്റെ അറ്റങ്ങൾ മുറിഞ്ഞിട്ടുണ്ട്. സഹാബാക്കൾ ഊരിപ്പിടിച്ച വാളുമായിട്ട് ചെല്ലുന്നത് കണ്ടപ്പോൾ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൈവക്കിക്കൊണ്ട് പറയാണ്, ഹൽ അന്തില്ല ഇസ്ബഹുൻ ദാനീതി വഫീ സബീലില്ലാഹി മാനാഖീതി. വാളൊറയിലിട്. അപ്പോഴത്തേക്കും ശത്രുക്കൾ ഭയപ്പെട്ടു കഴിഞ്ഞു. വാളൊറയിലിട് ഉമറേ സിദ്ദീഖേ, ഈ വിരലുകൾ അറ്റം മുറിഞ്ഞതിന്റെ പേരിൽ, ഈ രക്തം ഒഴുകിയതിന്റെ പേരിൽ ഇവിടെ ഇപ്പോൾ പ്രതികാരം പാടില്ല. ഈ നേതാവിന്റെ അനുയായികളാ ഈ ഇരിക്കുന്നവര്. ഇവരാണ് ഇപ്പൊ IS നടത്തുന്നത്, ലോകത്തെ ക്രൂരമാവുന്ന കൊലപാതകം നടത്തുന്നത്. ഉറുമ്പിങ്ങനെ ചാലിട്ട് പോയപ്പോൾ പ്രവാചകൻ പറഞ്ഞു, സൂറത്തിന്റെ നെമ്മിലെടുത്ത് നോക്കിക്കേ, പോകല്ലേ, ഉറുമ്പ് മാളത്തിലേക്ക് കയറട്ടെ, ഇപ്പൊ നമ്മളങ്ങോട്ട് ചവിട്ടുമ്പോൾ അത് ചത്തുവാൻ സാധ്യതയുണ്ട്. തള്ളപ്പക്ഷി കൂട്ടിൽ നിന്ന് പറന്നു പോയപ്പോ യാത്രാമധ്യയിൽ ഒരു സഹാബി ചെയ്ത കുസൃതിയാ, ഒരു കുഞ്ഞിനെ എടുത്തോണ്ടും കൂടെ വന്നു. അന്ന് നബിത്തങ്ങളുടെ മുഖം വിവർണമായതുപോലെ, കണ്ണ് ചുവന്നതുപോലെ സഹാബാക്കൾ മുമ്പൊരിക്കലും കണ്ടിട്ടില്ല. എന്ന് പറഞ്ഞാൽ എവിടെന്നാന്ന് ചോദിച്ചു. അല്ലാഹു റസൂലേ, തള്ളപ്പക്ഷി പറഞ്ഞു ഇപ്പൊ ഞാൻ ആ കൂട്ടി നിർത്ത കുഞ്ഞാണിത്. നബിത്തങ്ങളുടെ മുഖം അത്രമാത്രം വിവർണമായി ദേഷ്യപ്പെട്ട്, അങ്ങനെ തങ്ങൾ ദേഷ്യപ്പെട്ട് കണ്ടിട്ടില്ല. ആ കുഞ്ഞിനെ തള്ളപ്പക്ഷി വരുന്നതിന് മുമ്പ് ആ കൂട്ടിൽ കൊണ്ടുപോയി വെപ്പിച്ച നേതാവിന്റെ അനുയായികൾ ആ ലോകത്തുള്ള മുസ്ലിങ്ങൾ. ഇവര് കുരുതി നടത്തുവോ? ഇവര് കൊള്ള നടത്തുവോ? ലാ തസ്തവിൽ ഹസനത്തു വല സയ്യിഅത്തു ഇദ്ഫഉ ബില്ലതി ഹിയ അഹ്സൻ ഫഇദല്ലദി ബൈനക വബൈനഹു അദാവത്തുൻ കഅന്നഹു വലിയ്യുൻ ഹമീം വമാ യുലഖാഹാ ഇല്ലല്ലദീന സബറൂ വമാ യുലഖാഹാ ഇല്ലാ ദു ഹബ്ലിൻ നദീർ. ഞാൻ ഇതിന്റെ അർത്ഥം പറഞ്ഞ് വിശദീകരിക്കുന്നില്ല. ഇങ്ങോട്ട് ഉപദ്രവിച്ചാലും തിരിച്ചങ്ങോട്ട് നന്മ ചെയ്യാൻ നിങ്ങൾ തയ്യാറാകണം. ഇത് ഖുർആനാകുമാരികൾ എവിടെന്നെങ്കിലും എടുത്തു തോന്നണതല്ല, ഇവരുള്ള ഉലമാക്കളെ ശേഖരിക്കുന്നത്. ഇത് ഖുർആനെ പറഞ്ഞു, ഇങ്ങോട്ടൊരാൾ ഉപദ്രവിച്ചാൽ തിരിച്ചങ്ങോട്ട് ഉപദ്രവിക്കണ്ട, ഉപകാരം ചെയ്യേ. ഇതാ ഖുർആൻ. ഉപകാരം ചെയ്യുമ്പോൾ അവൻ നിന്റെ ശത്രുവാണെങ്കിലും അവൻ നിന്റെ മിത്രമായിട്ട് വരും. ഇതാ ഖുർആൻ പറഞ്ഞു. ഇതിത്തിരി വിഷമാണെന്ന് വീണ്ടും ഖുർആൻ പരിചയപ്പെടുത്തുന്നുണ്ട്. ഇല്ലല്ലദീന സബറു. ഇങ്ങോട്ട് ഉപദ്രവിച്ചവർക്ക് തിരിച്ചങ്ങോട്ട് ഉപകാരം ചെയ്യാന്ന് പറഞ്ഞാൽ അത് വലിയ ക്ഷമയുണ്ടെങ്കിലും നടക്കുള്ളൂ എന്ന് കണ്ട. ഇത് മുസ്ലിമിന് വേണോന്ന്. മഹാഭാഗ്യവാന്മാർക്കും ഭാഗ്യവതികൾക്കും മാത്രമേ സ്വർഗം കിട്ടുള്ളൂ. ചുമ്മാ വെള്ളിയാഴ്ച മാത്രം ഒന്ന് പള്ളിയിൽ പോയി പൈലാരി ആചാര്യ കാണുമ്പോ സാരിത്തുമ്പോ തലേന്നൊക്കെ ഇട്ട് അങ്ങനെയൊക്കെ ഒന്നും ആയാലും നടക്കൂലെന്ന്. മഹാഭാഗ്യവാന്മാർ, മഹാഭാഗ്യവതികൾ, അവർക്ക് മാത്രമേ സ്വർഗം കിട്ടുള്ളൂ.
അപ്പൊ അതിന് ഖുർആൻ പറഞ്ഞത് ഇതാ, ഇങ്ങോട്ട് ഉപദ്രവിച്ചാൽ അങ്ങോട്ട് ഉപദ്രവിക്കണ്ട. എത്ര തെളിവുകളാ തങ്ങൾ പറഞ്ഞു. ഒരു മജൂസി ഒരിക്കൽ വന്നില്ലേ വീട്ടില്, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എനിക്കിവിടെ കിടക്കാൻ സൗകര്യം ചെയ്തു തരാമെന്ന് ചോദിച്ചാൽ നമ്മുടെ ചട്ടപ്പരയിൽ ഉള്ളത് സൗകര്യപ്പെടുത്തി തരാം. ഒരു മൂല ശരിയാക്കി കൊടുത്തു, മറിച്ച് കെട്ടി കൊടുത്തു. നബിത്തങ്ങൾ പാതിര കഴിഞ്ഞപ്പോൾ പള്ളിയിലേക്ക് പോയി. പള്ളിയിൽ നിന്നെല്ലാം നിസ്കാരം എല്ലാം കഴിഞ്ഞ് തിരിച്ചു വന്നു കഴിഞ്ഞിട്ട് മജൂസിനെ വിളിച്ചു കഴിഞ്ഞപ്പോൾ അനക്കം കേൾക്കണില്ല. നോക്കിയപ്പോൾ ഉള്ള ഈന്തപ്പനയുടെ ഓലാണ്ട് മടഞ്ഞുണ്ടാക്കിയ കഥകാണ്, അതിങ്ങനെ പകുതി തുറന്നു കിടക്കുകയാണ്. നബിത്തങ്ങൾ നോക്കിയപ്പോൾ അതിനകത്ത് ആളെ കാണുന്നില്ല. വാതിലാകെ അങ്ങോട്ട് തുറന്നു കഴിഞ്ഞപ്പോൾ ഭയങ്കരമായ ദുർഗന്ധം. ഈ പഹയൻ അതിനകത്ത് ആകെ മലം ഒക്കെ വിസർജിച്ചിട്ട് ആകെ നനേടാക്കിയിട്ട് പോയിരിക്കുകയാണ്. അള്ളാഹുവിന്റെ റസൂല് തന്റെ തിരുക്കൈ കൊണ്ടിട്ട് ഈ അഴുക്ക് വൃത്തിയാക്കി കൊണ്ടിരിക്കുമ്പോഴേ മജൂസി മടങ്ങി വരുക. മുഹമ്മദേ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇതാ എന്റെ വാള് അവിടെ ആ മൂലക്കാൻ മറന്നുപോയി, ഒന്നും എടുത്തു തന്നേരം. കൈ കഴുകി വൃത്തിയാക്കി ആ വാളെടുത്ത് ആ മജൂസിയുടെ നേരെ നീട്ടുമ്പോ അയാൾ വാള് പിടിക്കാനല്ല തയ്യാറായത്. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്നക റസൂലുള്ളാഹ്, അള്ളാഹുവിന്റെ പ്രവാചകരാണെന്ന് ഞാൻ സമ്മതിക്കുന്നു നബിയെ, അവിടുന്ന് പരിചയപ്പെടുത്തി തരുന്ന അള്ളാഹുവിനെ ഞാൻ ഇലാഹായിട്ട് അംഗീകരിക്കുന്നു നബിയെ എന്ന് പറഞ്ഞുകൊണ്ട് കാലിൽ പിടിക്കാൻ കുനിഞ്ഞപ്പോൾ തങ്ങൾ പറഞ്ഞു, ഇത് ഇസ്ലാം അനുവദിക്കുന്നതല്ല, കാലിൽ പിടിക്കണ്ട. ഉപദ്രവിച്ചോണ്ട് പോയതാ, അയാൾക്ക് ഉപകാരം ചെയ്യാൻ തോന്നി. എന്തേ? അയാളൊരു പ്രതികാരവും നബി ചെയ്തില്ല. പിന്നെന്താ? അയാൾക്ക് ആ വാളെടുത്ത് അങ്ങോട്ട് കൊടുത്തു. നിങ്ങളെ സ്വർഗത്തിൽ വിടാൻ വേണ്ടി നബിയുടെ സുന്നത്തൊക്കെ പറഞ്ഞു തരാൻ വേണ്ടി വന്നേക്കണതായി ഞാൻ. നിങ്ങളെ നല്ലത് പഠിപ്പിക്കാൻ വന്നേക്കണ ആളാട്ടോ. എന്റെ വീട്ടിലേക്ക് മറ്റൊരു മത്തായി, പാവശിലാരെ, ഓ എനിക്കിവിടെ കിടക്കാനെന്നൊരു സൗകര്യം ചെയ്തു തരാവോ? പിന്നെ അതേ ഔട്ട് ഹൗസ് കിടക്കണ മത്തായി, നീ കയറി കിടന്നോ? മത്തായി അതിനകത്ത് കയറി കിടന്ന് നേരം വെളുത്തപ്പോൾ അവൻ പോയത് എങ്ങനെയാന്ന്, പാവശിലാർ സുബഹിക്ക് പള്ളിയിലേക്ക്, താജ്ജുദ് മറ്റും മാവിലേക്ക് ഇരിക്കൂല, സുബഹിക്ക് ഇരിക്കാൻ വേണ്ടി പള്ളിയിലേക്ക് പോയപ്പോ ഇവൻ പയ്യൻ സ്ഥലം വിട്ടു. ഇവൻ എന്താ ചെയ്തെന്നറിയോ? ഈ കിടക്കേ കയറുന്ന വെളിക്കിറങ്ങിയിട്ട് കിടക്ക ഇങ്ങനെ ഒരൊറ്റ കറക്കിൽ ഇറക്കി. അപ്പൊ മുറി മൊത്തം മല അഭിഷേകം. എന്നിട്ട് പിന്നെ മൂപ്പര കലങ്ങാൻ വേണ്ടി ഇത് എന്ത് ചെയ്തു, മൊത്തം ഇങ്ങനെ അവിടെ മൂത്രം ഒഴിച്ചു എല്ലാ ഭാഗത്തും. അത് കഴിഞ്ഞിട്ട് കള്ളു കുടിച്ചിട്ടാ വന്നാർന്നെ, അത് അതിന്റെ ഇടയെ കൂടെ അങ്ങ് ഛർദ്ദിച്ചു വിട്ടു. പാവിലാര് പള്ളിയിൽ നിന്നൊക്കെ വന്നിട്ട് മത്തായേ ഒരനക്കോ ഇല്ല. പാവിലാര് മുറി തള്ളി തുറന്നു. മൂക്കിന്റെ പാലം തെറിക്കണ ദുർഗന്ധം, ആകെ മലം മൂത്രം ഛർദി. അങ്ങനെ മുസ്ലിയാര് ഒരു പെണ്ണിനെ വിളിച്ചു, എടീ ലൈല, ആ മോട്ടർ അടിച്ചാ ഓശം കിടത്തുന്നടി. ഇവന്റെ ഒടുക്കത്തെ ഹവാന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവന്റെ അപ്പനെ അമ്മേനെയൊക്കെ കൂട്ടി ഒരു 10-26 ദിക്രം കൂടി ഇല്ലി, നല്ല അറിവ് തിരിച്ച്. എന്നിട്ട് ഈ ലൈല ഓടുന്ന ഓശ ഇങ്ങനെ പിടിച്ച്, ലൈല നീ അതങ്ങനെ അടിക്കടിവുള്ളവർ അരിയിലേക്ക് തെറിപ്പിക്കാണ്ട് അടിക്കുക മനുഷ്യ. ഓ എന്റെ ഒടുക്കത്തമാണ് ഇത്, ഇത് എന്ന് തിന്നതാണോ അമ്മ ഇവിടെ കൊണ്ടുവന്നിട്ട് വിളിക്കറിയി കൊണ്ടുപോയത്. ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഇങ്ങനെ കഴുകിക്കൊണ്ടിരിക്കുമ്പോഴേ മത്തായി മടങ്ങി വരുവാണ്. പാവശിലാര്, ഓ എന്റെ ആ ബാഗ് അവിടെ അത് ആ വെറുത്തിന്റെ മുള മറന്നുപോയി, ഒന്നും എടുത്തന്നേ. വാവശിലാർ ആ ലൈലയുടെ കയ്യിലേക്ക് ഓസ് കൊടുത്തിട്ട് കയ്യും കാലും ഒക്കെ കഴുകി ആ സ്റ്റൂളിന്റെ മോളിൽ കയറി എന്നിട്ട് ആ ബെർത്തിന്റെ മോളിൽ നിന്ന് ആ ബാഗ് ഇങ്ങനെ എടുത്തിട്ട് മത്തായിക്ക് ഇങ്ങനെ 2 കയ്യും നീട്ടി ഇങ്ങനെ കൊടുക്കണതും, മത്തായി അത് മേടിച്ച് ഇങ്ങനെ കഷത്തിൽ വെച്ചോണ്ട് ഇങ്ങനെ പോണതും, ബാവിലാർ ആ പോണത് ഇങ്ങനെ നോക്കി നിക്കണതും നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ. അല്ല മേടിക്കും, നല്ല പോക്ക് മത്തായി പോവുകയും ചെയ്യും. എന്നിട്ട് എന്താ പറയണേ ബാവിലാര് സുന്നിയാണ്. റസൂലുള്ളാഹിയുടെ ആളാണ് ബാവാസിലാർ. റസൂലുള്ള എന്തെല്ലാം ചെയ്തിട്ടുണ്ടോ അതെല്ലാം ചെയ്യണ ആളാണ് ബാവാസിലാർ. ഇത്തിരി വിഷമമുണ്ട്. സുന്നി അവിടേക്ക് വലിയ പാടാടങ്ങാതി, വേറെ വല്ലയിടത്തിലേക്ക് മോണി പോക്കാം, എന്നാ എളുപ്പാ കാര്യം. ഇതിനകത്ത് ഭയങ്കര ഇടങ്ങേറാട്ടാ, ഇതിനകത്ത് ഭയങ്കര ബുദ്ധിമുട്ടാ. സുന്നത്തിന്റെ പവറുകൾ കണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു സുന്നത്ത് നിലനിർത്തുന്ന ഒരു മനുഷ്യന് 50 സഹാബിയുടെ പവർ എന്ന് ഒരിക്കൽ പറഞ്ഞു, മറ്റൊരിക്കൽ പറഞ്ഞു 100 ഷഹീദിന്റെ കൂലി എന്ന് പറഞ്ഞു. ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ഏതൊക്കെ ഭാഗത്തുനിന്ന് ഇപ്പൊ ആൾക്കാരൊന്നും, ഈ അത്താണിയിലുള്ള ആൾക്കാരല്ല എന്തായാലും ഇത്, കാരണം എനിക്കറിയുന്ന പലരും ഇത് പല ഭാഗത്തുനിന്നൊക്കെ ഇവിടെ വന്നിരിപ്പുണ്ട്. അപ്പൊ എന്തായാലും അത്താണിക്കാരല്ലായിരിക്കണം അപ്പടി. ഞാൻ ചോദിക്കട്ടെ, ഈ ആളുകളെല്ലാം ഇവിടെ വന്നത് എന്തിനാ ഉമ്മാനികളെ? ഈ പെട്രോളും ഡീസലും ഒക്കെ കത്തിച്ച് അല്ലെങ്കിൽ ഈ മലയും കൂടിയൊക്കെ ചാടി വന്നത് എന്തിനാ? അൽഹംദുലില്ലാ, അള്ളാഹുവിന്റെ ദീൻ പറയുന്ന ഒരു മജ്ലിസ് ഉണ്ട്, അവിടെ ചെന്നിരുന്ന റസൂലുള്ളാഹിക്ക് പൊരുത്തമല്ല. ഇതൊരു സുന്നത്താണ്. ഈ സുന്നത്തിൽ പങ്കെടുക്കാൻ വന്നിരിക്കുന്ന ഈ ഭാഗത്തിരിക്കുന്നവരെല്ലാം
50 അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ പവറുള്ളവരാണെങ്കിൽ ഈ ഇരിക്കുന്നവരെല്ലാം 50 ഖദീജയുടെയും ആയിഷയുടെയും പവറുള്ളവരാണെന്നാണ് നബിയുനാ റസൂലുള്ളാഹി. ഈ പവർ കിട്ടണമെങ്കിലേ ഈ സുന്നത്തിന് അത്രയും ബുദ്ധിമുട്ട് വരണമെങ്കിലല്ലേ ഇപ്പൊ അങ്ങനെ കിട്ടുള്ളൂ. 100 ഷഹീദിന്റെ കൂലി എന്ന് പറഞ്ഞപ്പോൾ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മോളിൽ നിന്ന് ഇങ്ങനെ സഹാബാക്കളെ മലയുടെ മുകളിൽ നിന്ന് താഴത്തേക്ക് ഇറക്കിക്കൊണ്ടുവരികയാണ്. അപ്പൊ ചോദിക്കുന്നു സിദ്ദീഖേ ഉമറേ, എന്റെ പിതൃവൻ എവിടെയാണ്, മൂത്താപ്പ എവിടെയാണ്? അത് നോക്കാൻ റസൂലുള്ളാഹ് താഴേക്ക് ഇറങ്ങുമ്പോഴാണ് ഒരു പെണ്ണിന്റെ അലറിയുള്ള ശബ്ദം. ഹംസ, എനിക്ക് മതിയായടാ, നിന്റെ കണ്ണാണടാ എന്റെ വായിലിടാൻ പോകുന്നത്, നിന്റെ കരളാണടാ ഞാൻ വലിച്ചു പറിച്ചെടുത്തിരിക്കുന്നത്, നിന്റെ നെഞ്ചിലാണടാ ഞാൻ ചവിട്ടി നിൽക്കുന്നത്. അള്ളാന്റെ റസൂൽ അങ്ങ് അടുത്തേക്ക് ചെന്നപ്പോൾ അബൂ സുഫിയാന്റെ ഭാര്യയാകുന്ന ഹിന്ദ് എന്ന് പറയുന്ന പെണ്ണാണ് ഈ അലറുന്നത്. ഒരു മനുഷ്യ ശരീരത്തിലാണ് കയറി നിൽക്കുന്നത്. ശ്രദ്ധിച്ചു നോക്കുമ്പോൾ ചെവി അറുത്തു മാറ്റിയിട്ടുണ്ട്, കണ്ണ് ചൂഴ്ന്നെടുത്തിട്ടുണ്ട്, നാക്ക് മുറിച്ചു മാറ്റിയിട്ടുണ്ട്, നെഞ്ചാങ്കൂടിടിച്ച് പൊളിച്ചിട്ടുണ്ട്, കരള് പറിച്ചെടുത്തിട്ടുണ്ട്. സൂക്ഷിച്ചു നോക്കിയ നബി തങ്ങൾ വിതിമ്പിക്കൊണ്ട് വിളിച്ചു, യാ അമ്മീ, എന്റെ മൂത്താപ്പാ. കാരണം എല്ലാ നിലയ്ക്കും താങ്ങും തണലുമായ മനുഷ്യനാപ്പ കിടക്കുന്നത്. എന്റെ മൂത്താപ്പോ. രണ്ടാമത്തെ വിളിയും മൂന്നാമത്തെ വിളിക്ക് ചുണ്ടനക്കുമ്പോൾ മുഖറബായ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം